സിവിൽ സർവീസ് പരീക്ഷ എല്ലാ വർഷവും 5-10 ലക്ഷം പേര് ആപ്ലിക്കേഷൻ ഇടും. അതിൽ നിന്ന് അവസാനം നമുക്ക് ഇഷ്ടപ്പെട്ട സർവീസും ഇതൊക്കെ വരണമെങ്കിൽ ഇപ്പൊ ഒരു 10, 50, 100-നകത്തൊക്കെ വരണം. കാഡറും എല്ലാം ഒത്തു വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഈ പരീക്ഷ എഴുതിയിട്ട് പ്രിലിംസിലോ മെയിൻസിലോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിലോ ഒക്കെ ഓരോ ഘട്ടത്തിൽ കുറച്ച് പേര് പുറന്തള്ളപ്പെടും, ഏതെങ്കിലും രീതിയിൽ പരാജയപ്പെടും, എന്നിട്ട് അവർ വീണ്ടും എഴുതും. ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ പേര് പരാജയപ്പെടുന്ന ഏത് ഘട്ടത്തിലാണെന്ന് അറിയാമോ? മെയിൻസിലാണോ പ്രിലിംസിലാണോ? എന്നാ ഇവിടെ ഒന്നും അല്ല. ഇവിടെ ആക്ച്വലി ഏറ്റവും കൂടുതൽ പേര് പരാജയപ്പെടുന്നത് ആപ്ലിക്കേഷൻ ഫോം ഇട്ടിട്ട് പ്രിലിംസ് എഴുതുന്ന ആ സമയമുണ്ടല്ലോ, ആ ഗ്യാപ്പിലാണ്. അല്ലേ? നിങ്ങൾക്ക് അറിയാമല്ലോ, 10 ലക്ഷം പേര് ആപ്ലിക്കേഷൻ ഇട്ടാ എഴുതാൻ പോകുന്നത് 5 ലക്ഷം പേരൊക്കെ അല്ലേ? ഏറ്റവും കൂടുതൽ പേര് പരാജയപ്പെടുന്നത് ആ ആദ്യത്തെ ചുവടെടുത്ത് വയ്ക്കുന്നതിന് മുമ്പാണ്. അവരുടെ പരാജയം എവിടെയാണ്? മനസ്സിലാണ്, പരീക്ഷയിലല്ല. പരീക്ഷയിലേ അല്ല, മനസ്സിലാണ്. ഈ മനസ്സിലുള്ള ആ പരാജയ ചിന്ത, ഫിയർ ഓഫ് ഫെയിലിയർ, ഇത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇത് ഏറ്റവും കൂടുതലുള്ള ആൾക്കാര് പരീക്ഷ എഴുതാൻ പോലും പോവില്ല, പ്രിലിമിനറി എഴുതാൻ പോലും പോവില്ല. പിന്നെയും കുറെ പേരുടെ മനസ്സിൽ ഫെയിലിയറിന്റെ ആ ഒരു ഭീതി ബാക്കി കിടപ്പുണ്ട്, മനസ്സിൽ ആ ചിന്ത ബാക്കി കിടപ്പുണ്ട്. അവര് കുറച്ചുപേര് പ്രിലിമിനറിയിൽ ഔട്ടാവും, പിന്നെയും കുറച്ചു പേര് മെയിൻസിൽ പോകും. ഇത് അവസാനത്തെ ആ ഘട്ടം വരെ എത്തുന്നത് ഇത് ഞാൻ നേടിയിരിക്കും എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയമുള്ള ആൾക്കാര് മാത്രമാണ്. ചിന്തയുടെ ശക്തിയാണത്. ഞാൻ ഈ ദർഭംഗ എന്ന് പറഞ്ഞ ഒരു ജില്ലയിൽ, ബീഹാറിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയായിരുന്നു. ഒരു 2 വർഷം മുമ്പ് ഒരു ബൈ ഇലക്ഷൻ ആയിരുന്നു. ദർഭംഗ എന്ന് പറഞ്ഞ ഗ്രാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഗ്രാമമല്ല, അതൊരു ജില്ലയാണ്. പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് നേപ്പാളിനോട് ചേർന്നിട്ടാണ്, ബീഹാറിലാണ് ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ്. പിന്നാക്കം നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും വെള്ളപ്പൊക്കമാണ്. നമ്മളിവിടെ 2018 ഒരു വെള്ളപ്പൊക്കത്തിന്റെ ക്ഷീണം ഇനിയും മാറിയിട്ടില്ല. എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന ഒരു ജില്ല. ആലോചിച്ച് നോക്കൂ. അവിടെ 5 നദികളാണ്. ഈ 5ഉം നേപ്പാളിൽ നിന്ന് വരികയാണ്. അവിടെ മുകളിൽ നിന്ന് നമ്മളിവിടെ ഒരു തവണ ഡാം തുറന്നു വിട്ടതിന്റെ മിടുക്കാണ് കണ്ടത്. അവിടെ ഈ 5 ഡാമിലെ 1, 2, 3 എല്ലാ വർഷവും തുറക്കും. ഇന്ത്യയിലോട്ടല്ലേ വെള്ളം ഒഴുകി വരും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടുത്തെ ഗ്രാമങ്ങളെ സന്ദർശിക്കാൻ പോയി ഇലക്ഷന്റെ ഭാഗമായിട്ട്. അവിടെ എങ്ങനെയൊക്കെയാണ് അതിന്റെ സജ്ജീകരണങ്ങളൊന്ന് നോക്കാൻ പോയപ്പോ, ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല ഈ ഹൈവേ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലുള്ള ഹൈവേ, പൊക്കത്തിലുള്ള റോഡാണ്. അത് മാത്രമേ ഉള്ളൂ ഉയരത്തില്. അപ്പൊ ഈ ഹൈവേയുടെ ഇരുവശങ്ങളിലും ടാർപ്പളിൻ വെച്ചൊക്കെ അടിച്ചിട്ട് കുറെ കൊച്ചു കൂരകള്. ഇതാണ് അവിടുത്തെ ഗ്രാമം. അതിനപ്പുറം അവര് ചിന്തിക്കുന്നില്ല, അതിനപ്പുറം അവർക്ക് പോകാൻ സാധിക്കുന്നില്ല, കാരണം വെള്ളപ്പൊക്കം വരെയാണ്. അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്താണെന്ന് അറിയാമോ? ഗസ് ചെയ്യാമോ? അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്തായിരിക്കും? ആരെങ്കിലും ഒന്ന് ചുമ്മാ ഗസ് ചെയ്ത്. എല്ലാ വർഷവും വെള്ളപ്പൊക്കം വരുന്ന ഒരു ജില്ലയിൽ എന്തായിരിക്കും? ചുമ്മാ പറയും, എന്തായിരിക്കും? ഒഴുകി വരുന്ന തടിയാണോ? അല്ല, പക്ഷെ നല്ല ഗസ്സാണ്. മീനാണോ? അല്ല, മീനും അല്ല, ഒന്നുമല്ല. ഇവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും വെള്ളപ്പൊക്കം വരുമ്പോൾ സർക്കാർ കൊടുക്കുന്ന ധനസഹായമാണ്. അതാണ് അവരുടെ റെഗുലർ ഇൻകം. ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു വർഷം നേപ്പാളുകാർ വെള്ളം തുറന്നില്ലെങ്കിൽ ആ വർഷം ഇവരുടെ പണി തീർന്നു, ആ പൈസയും കിട്ടുകയില്ല. ഇവർക്ക് കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ, എന്തായാലും വെള്ളം വരും എന്നറിയാം. ഇങ്ങനെ ജീവിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അവിടുത്തെ റെസ്റ്റ് ഹൗസിൽ താമസിക്കുകയാണ്. അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു കോള് വരുന്നു. അന്ന് ഈ പൂജ അവധിയായിരുന്നു. കോള് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജൂനിയർ ബാച്ചിൽ പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. പുള്ളി അഗ്മുഡ് കാഡറിലാണ്. അപ്പം വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിൽ അവിടെ ജോലി ചെയ്യാണ്. പുള്ളി വിളിച്ചിട്ട് ചോദിക്കാണ്, സാർ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു, ഞാൻ ഒന്ന് കാണാൻ പറ്റുന്ന. ഈവൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ ബന്ധപ്പെട്ടിട്ടില്ലാണ്. അങ്ങനെയാണ് എനിക്ക് പരിചയം. പിന്നെ നമ്മുടെ ഓൾ ഇന്ത്യ ഗ്രൂപ്പിനകത്തൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളൊരു പരിചയമാണ്. സാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നീ എങ്ങനെ ഇവിടെ എത്തിയും? അപ്പൊ ഞാൻ അവധി ആയതുകൊണ്ട് നാട്ടിൽ വന്നതാണ്. എന്റെ നാടാണ് ഈ ദർഭംഗ. ഇവൻ ഗസ്റ്റ് ഹൗസിൽ കാണാൻ വന്നപ്പോ എനിക്ക് അവന്റെ അടുത്ത് ചോദിക്കാനുണ്ടായിരുന്നത്, ഈ നാട്ടിൽ നിന്ന് നീ എങ്ങനെയാണ് പഠിച്ച് IAS നേടിയെടുത്തത്? കാരണം നമ്മുടെ നാട്ടില് എല്ലാ സൗകര്യങ്ങളുടെയും ഒത്ത നടുക്ക്
വളരെയധികം കംഫർട്ടബിളായി നിന്നിട്ട് പരീക്ഷ എഴുതിയിട്ട് പാസ്സാവാൻ പറ്റാതെയും പല എക്സ്ക്യൂസുകളും ഒക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ ഇത്രയും ദയനീയമായ അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് നീ IAS കയറിയത് എന്ന് അവൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പൊ അവൻ പറഞ്ഞത് അവന്റെ ആ നാട്ടില് അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ വെള്ളപ്പൊക്കവും പിന്നെ ഈ ഒരു ഹൈവേയും ഇതൊക്കെ ഉള്ളൂ. ദൂരെ നോക്കുമ്പോൾ അങ്ങ് കലക്ടറുടെ ബംഗ്ലാവ് കാണാം, തൊട്ടടുത്ത് SP ബംഗ്ലാവ് കാണാം. ഇവര് രണ്ടുപേരും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാം. ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഇതേ ഉള്ളൂ. അവരുടെ കാഴ്ചപ്പാടില്ല. നമ്മളിവിടെ കാണുന്ന പോലെ നല്ല എന്താ പറയാ ഒരു സിവിൽ സൊസൈറ്റി ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് നല്ല ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും ടീച്ചർമാരെയും പ്രൊഫസർമാരെയും ഒക്കെ കാണാനുള്ള അവസരമുണ്ട്. വി ഹാവ് ഇനഫ് ഓപ്ഷൻസ്. ഇവനെ വേറെ ഓപ്ഷൻ ഒന്നും കാണാനില്ല. അവിടെ ആകെ ഇതേ ഉള്ളൂ, ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഇതേ ഉള്ളൂ. ഇവന്റെ ചിന്ത പോകുന്നത് എനിക്ക് രക്ഷപ്പെടണം, ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അത് ചെയ്യുകയും അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്താണ്. ഞാൻ പറഞ്ഞ സിവിൽ സർവീസ് മാത്രമാണ് രക്ഷപ്പെടാനുള്ള മാർഗം എന്നല്ല ഞാൻ പറയുന്നത്. തോട്ടിന്റെ പവറാണ്, നമ്മളെ ചിന്തയുടെ പവറാണ്. മനസ്സിൽ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ. നമ്മൾ ഈ മോട്ടിവേഷൻ ടോക്ക് പറയുന്ന ആൾക്കാർ പറയുന്ന പോലെ യു ക്യാൻ ഡു ഇറ്റ് അല്ല ഞാൻ പറയുന്നത്. ചുമ്മാ യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ യു കനോട്ട് ഡു ഇറ്റ്, അതല്ല. ഇത് മനസ്സിൽ ഒരു സങ്കല്പം സൃഷ്ടിച്ച് കഴിഞ്ഞാലേ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പറ്റൂ. ഇപ്പൊ നാളെ നിങ്ങൾക്ക് പരീക്ഷയാണ്. അതായത് എൻ്റെ കുട്ടികളടുത്തും പറയുന്നതാണ്, നാളെ എക്സാം ആണ്, നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ സിലബസ് ഇഷ്ടംപോലെ കിടക്കാണ്, തീർന്നിട്ടില്ല. വളരെ ദയനീയമായ അവസ്ഥയാണ്. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. യു ഹാവ് 2 ഓപ്ഷൻസ്. ഒന്ന്, പഠിച്ച് തീരില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് ഇരിക്കാം. വേറൊന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് എന്തായാലും തീർക്കും, ഉള്ള സമയം ഇതാണ്, എനിക്ക് പഠിക്കാനുള്ള സിലബസ് ഇത്രയാണ് എന്ന് പറഞ്ഞ് നമ്മൾ വീതിച്ചൊരു വർക്ക് പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് തുടങ്ങുക എന്നുള്ളതാണ്. കർമ്മത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഈ കർമ്മത്തിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ചിന്തയ്ക്ക് വലിയ പ്രാധാന്യമില്ല. അതിന് ദിവാസ്വപ്നം എന്ന് പറയും. വെറും ദിവാസ്വപ്നം കണ്ടിരിക്കുന്നത് കൊണ്ട് കാര്യമില്ല. ദിവാസ്വപ്നത്തെ നമ്മൾ എങ്ങനെ യാഥാർത്ഥ്യത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള കർമ്മപദത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്.